നമസ്കാരം, ഞാൻ നിരഞ്ജന. ക്ഷമാപണം നടത്തിയ വീടിൽ എന്തുകൊണ്ട് സുഹൃത്തുക്കളെ, ഇയാളെ ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? എനിക്ക് തോന്നിയത് ഇപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ ഈ ആങ്കർ അഞ്ജലിയേക്കാൾ ആ ഒരു വിഷയം ഭയങ്കര ബോറാക്കിയത് ഈ ഒരു പെൺകുട്ടിയാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഇപ്പുറത്തുള്ള ആള് നമ്മുടെ RJ അഞ്ജലി 2 മാപ്പ് വീഡിയോയാണ് ഇറക്കിയത്. ആദ്യം മാപ്പ് വീഡിയോ ഇറക്കിയപ്പോൾ ആ മാപ്പിൽ ഒരു സുഖം പോരാ എന്ന് നാട്ടുകാർ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അടിയിൽ കമന്റിന്റെ അങ്ങേ തലയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇവർ വീണ്ടും ഒരു മാപ്പപേക്ഷ ഇറക്കി. ആ മാപ്പപേക്ഷയിൽ അപ്പൊ ആൾക്കാർ ചോദിച്ചു, നിന്ന കിട്ടിയാ പോരാ, നിന്റെ ഒപ്പം ഉണ്ടാകുന്ന വേറൊരുത്തുണ്ടല്ലോ, അവളവിടെ, അവളെ വിളി, അവള് മാപ്പ് പറയണം. അവള് മാപ്പ് പറഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ വെറുതെ ഞങ്ങളോടല്ല മാപ്പ് പറയേണ്ടത്, നിങ്ങൾ മാപ്പ് പറയേണ്ടത് നിങ്ങളെ പൃഷ്ഠഭാഗത്ത്, നീയല്ലല്ലോ പറഞ്ഞേ, മറ്റേ പെൺകുട്ടിയാണല്ലോ, അവളുടെ പൃഷ്ഠഭാഗത്ത് ടാറ്റു വരയ്ക്കാൻ വേണ്ടിയിട്ട്, എന്തായാലും പറയാ, മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് വിളിച്ചാക്ഷേപിച്ച സ്ത്രീയിലെ അവരോട് പോയി മാപ്പ് പറ. ഇതായിരുന്നു. എന്തായാലും ആ ഒരു സ്ത്രീയുടെ മാപ്പപേക്ഷ കൂടി കേൾക്കൂ. ഹലോ, നമസ്കാരം, ഞാൻ നിരഞ്ജന. ക്ഷമാപണം നടത്തിയ വീടിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് രണ്ടെണ്ണത്തിന്റെ മുഖത്തൊരു ചോരയില്ല കേട്ടോ, ദുഃഖഭാവത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? രണ്ടുപേരും നിൽക്കുന്ന ഭയങ്കര ദുഃഖഭാവത്തിലാണ്. അമ്മാതിരി കിട്ടിക്കാണും ചിലപ്പോൾ സോഷ്യൽ മീഡിയ എന്നല്ലേ? ായിരുന്നു. ചേച്ചി കോയമ്പത്തൂർ ആയിരുന്നു. ഇന്നലെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഒരുമിച്ച്. ഇപ്പൊ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മെഹന്തി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ്. ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിനെ ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു. രണ്ടുപേരും ആ ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ പോയി കണ്ടു. ആ മെഹന്തി ആർട്ടിസ്റ്റിനെ പോയി കണ്ടിട്ട് ക്ഷമ ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇതിങ്ങനെ പറയാൻ കാരണം ഇവര് ഇന്നലൊക്കെ ഒരു മാപ്പപേക്ഷ ഒക്കെ ഇട്ടിരുന്നു. പക്ഷെ ആ മാപ്പപേക്ഷയിൽ ഇവർ നമ്മളോടാ മാപ്പ് ചോദിക്കുന്നത്. നമ്മളോട് എന്തിനാ മാപ്പ് ചോദിക്കുന്നത്? നമ്മളോട് മാപ്പ് ചോദിച്ചിട്ട് എന്താ കാര്യം? കേട്ടോക്കൂ. എല്ലാ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം, ഞാൻ RJ അഞ്ജലി. ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാരണം, ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ RJ പണി പോയി. അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ. ഞാൻ കഴിഞ്ഞ 12 വർഷമായി വർക്ക് ചെയ്തിരുന്ന FM സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു. ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്ക് കോൾ ചെയ്യുന്ന RJ ആണ്. ഈ ആരോപണം തെറ്റാണ്. കഴിഞ്ഞ 12 വർഷമായി ഞാൻ പ്രാങ്ക് കോൾ ചെയ്യാറുണ്ട്. ഇതിനിടയിൽ എത്ര പ്രാങ്ക് കോൾസ് എന്റേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല. നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ 2 വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ. ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്റെ അറിവിലില്ല. യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അയ്യോ, ശരിയാണ്, എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട്, ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട്. 3 വീടുകൾ നമുക്ക് വച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ 2 വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എന്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം. കമന്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്. എനിക്ക് തൊഴിൽ ചെയ്യുന്നവരോട് താല്പര്യമില്ല, ഈ തൊഴിലിനോട് താല്പര്യമില്ല, ഈ സമൂഹത്തിനോട് താല്പര്യമില്ല. ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിലും ഞാൻ കണ്ടു. ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എന്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. അവരുമായിട്ട് നേരിട്ട് സംബന്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ, എനിക്ക് അങ്ങനെ ഒരു ബഹുമാനക്കുറവ് തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കും. ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ, ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ, ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു. അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ കണ്ണി കണ്ട കുണ്ടി വർത്താനം പറയുമ്പോൾ അവർക്ക് ഒരു പ്രൈവസി ഉണ്ടാവില്ല. ഇപ്പൊ അവർക്ക് ഭയങ്കര പ്രൈവസി. എന്തായാലും ഇങ്ങനെയൊക്കെ ആയിട്ടും ഇപ്പോഴും അവര് ആ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ ആയിട്ട് ഇവർക്ക് ആ ഒരു മാപ്പ് വീഡിയോ പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും എന്താ പറയാ, അവകാശപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ഇവരോട് പറയുന്നതും നിങ്ങൾ അവരെ വിളിച്ചിട്ട് ആക്ഷേപിച്ച വീഡിയോ ആണ് പബ്ലിഷ് ചെയ്ത് നിങ്ങൾ ഉറക്കെ ചിരിച്ചത്. അതേപോലെ അവരെ വിളിക്കൂ, എന്നിട്ട് നിങ്ങൾ RJ അഞ്ജലിയാണെന്നും തൊട്ടപ്പുറത്തേക്ക് പെൺകുട്ടി ഏതാ നോട്ടെ. ഹലോ, നമസ്കാരം, ഞാൻ നിരഞ്ജന. ഞാൻ നിരഞ്ജനയാണെന്നും പറയൂ. ഞങ്ങൾ നിങ്ങളെ ഇങ്ങനെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഓഡിയോ പബ്ലിഷ് ചെയ്യുന്ന പ്രശ്നം, അത് അവിടെ എങ്ങനെ ഇപ്പോ പ്രൈവസി പ്രശ്നമുള്ളത്?
നിങ്ങൾ അങ്ങനെ പറഞ്ഞു, എനിക്ക് അപ്പോൾ ദേഷ്യം ഉണ്ടാകുന്നു, സോറി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നൊരു ഓഡിയോ പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അവരിപ്പോഴും അത് പബ്ലിഷ് ചെയ്തില്ല. ഇപ്പോഴും ഇതാണ് കളി. ഹലോ നമസ്കാരം, ഞാൻ നിരഞ്ജന. ക്ഷമാപണം നടത്തിയ വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി, ഞാൻ നാട്ടിലായിരുന്നു, ചേച്ചി കോയമ്പത്തൂർ ആയിരുന്നു. ഇന്നലെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഒരുമിച്ച്. ഇപ്പൊ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മെഹന്തി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ്. ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിന് ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു. ചോദിച്ചതിന് എന്ത് തെളിവുള്ളത്? ശരി, എന്നാ ബൈ.